വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തമ്പ്നെയിൽ കണ്ടല്ലോ, ഇന്ന് വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമ്മൂൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2 ഡേ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ പോയത് അപ്പച്ചിയുടെ മോനാണ് വണ്ടി ഓടിക്കുന്ന. അപ്പോൾ അമ്മുവും കൊച്ചിനും കുഞ്ഞമ്മയും ചേട്ടനും അമ്മൂൻ്റെ മാമിയൊക്കെ ആയിട്ടാണ് ഈ ഒരു ഡേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറി. അപ്പോൾ ഞങ്ങളിതേ പോവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരിടവും പ്ലാൻ ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും പോത്തീസി ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനും അമ്മൂമ്മാളും ഏറ്റവും ബാക്ക് സീറ്റിലാണ്. അവിടെ ആണെങ്കിൽ ഗ്ലാസ് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സീറ്റിൽ വന്നിട്ട് കുഞ്ഞമ്മയും അച്ഛനുമാണ്. പിന്നെ അമ്മൂൻ്റെ മാമിയൊക്കെ വരണമെന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ബാക്കിലേക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പോത്തങ്കോട് എത്തിയപ്പോഴത്തേക്കാണ് അവരവിടെ നിന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് മാമി. പിന്നെ ഇതാണ് മാമിയുടെ മോൾ. അവർ 3 പേരാണ്. അപ്പോൾ ഇവളുടെ പേരും അമ്മു എന്നാണ്. അപ്പോൾ പിന്നെ അവരെയും പിക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോയി. 2-3 ദിവസം മുമ്പേ അമ്മു പറഞ്ഞു നിങ്ങൾ എന്താണ് എടുക്കണമെന്നൊന്ന് നോക്കി വയ്ക്കാം. പക്ഷെ നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പോത്തീസിലോട്ടാണ് പോയത്. അപ്പോൾ പോയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്തായാലും അമ്മൂൻ്റെ സാരി നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ഡ്രസ്സ് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ സാരിയുടെ സെക്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമേ അവൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാണ് റെഡ്, റോസ് അങ്ങനെയുള്ള ആ ഒരു കളറൊന്നും വേണ്ട, കാരണം എല്ലാവരും അതാണല്ലോ. പക്ഷെ പിന്നീടുള്ളത് നിങ്ങൾ കണ്ടോ, ഏത് കളറാണ് ഇപ്പോൾ എടുക്കാൻ പോകണമെന്ന് നിങ്ങൾ കണ്ടോണേ. അപ്പോൾ അവൾ ആദ്യം തന്നെ അവൾ ഉദ്ദേശിച്ച കളറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നുമല്ല സംഭവം. പിങ്കും ഓറഞ്ച് റെഡൊക്കെ തന്നെയാണ് അവരെടുത്തിട്ടത്. പിന്നെ എനിക്ക് ഈ സാരിയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ ഉള്ളൂ. അവൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയോ നോക്കണുണ്ട്. ഇത് ആദ്യം എടുത്തിട്ടത് ബിലോ 10,000 റേഞ്ചിൽ വരുന്ന സാരീസാണ് ഫസ്റ്റ് നോക്കിയത്. അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് എന്തായാലും നോക്കുന്നില്ലായിരുന്നേ, കാരണം അവളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സും പേസ്റ്റൽ ഷെയ്ഡ് പറഞ്ഞുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളിപ്പോൾ ഏകദേശം നോക്കിയിട്ട് ഫിക്സ് ചെയ്തതെല്ലാം ഒന്ന് വച്ച് നോക്കാമെന്ന് വെച്ചിട്ട് അവരത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് വയ്ക്കുകയാണ്. ശരിക്കും അവരെന്ത് അടിപൊളിയായിട്ടാണ് പ്ലീറ്റ് എടുക്കുന്നത്. നമ്മൾക്കിങ്ങനെ നോർമലായിട്ട് പ്ലീറ്റ് എടുക്കും പോലും ഇല്ല, ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുമ്പോൾ പോലും നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ് എടുക്കുന്നുണ്ടായിരുന്നേ. നല്ല രസമാണ്. അപ്പോൾ എനിക്ക് അത് നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പീസൊക്കെ എടുത്ത് അവർ വച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ 2-3 സാരി നമ്മളിങ്ങനെ ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതങ്ങോട്ട് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്കും അതങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. അവളിങ്ങനെ വച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പോലും എനിക്കിത് വലിയ ധാരണയില്ല എങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ. എനിക്കൊരു പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു റൈറ്റ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് വെച്ചത് ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ളതായിരുന്നു. അതും ഏകദേശം മറ്റേതിൻ്റെ സെയിം പാറ്റേൺ പറഞ്ഞാൽ തന്നെ കളർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് രണ്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെയും വേറെ കുറേയൊക്കെ അവരെടുത്തിട്ടിട്ട് ഇതെല്ലാം എബോവ് 10,000 റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സാരിയും കൂടെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 6-7 സാരി നമ്മൾ ഇതുപോലെ ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ അവരുടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഈ ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്ത് കേട്ടോ. അവൾക്ക് സാരി എടുത്തതിന് ശേഷം പിന്നെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കൊക്കെ സാരി എടുക്കാമെന്നും പറഞ്ഞിട്ട് നമ്മളിത് അവരുടെ ഒരു സാരി സെക്ഷനിലോട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കൊക്കെ ഒരേ പാറ്റേണിലുള്ള സാരി എടുക്കാനാണ് പ്ലാൻ. പിന്നെ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വരാത്തവർക്ക് വാട്സപ്പിൽ ഓരോ പിക്ചറൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് എടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ തിരിയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മിററാണല്ലോ, അത് രസമല്ലേ. എനിക്ക് എവിടെ മിറർ കണ്ടാലും ഇഷ്ടമാണ്. അപ്പം തന്നെ എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ഇവിടെ കുറേ സാരി സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഓഫീസ് വെയർ ആയിട്ടും കോട്ടൺ സാരി, അങ്ങനെ ഒരു വേറെ സിൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സാരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സാരീസും ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോത്തീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരുടെ സാരീസും പിന്നെ അമ്മൂൻ്റെ സാരീസൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഷർട്ടൊക്കെ നോക്കിയിട്ട് അപ്പോൾ ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് വേറൊരു ഷോപ്പിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആസാദിലോട്ടാണ് ഫുഡ് കഴിക്കണം. മന്തിയുടെ പ്ലാനിലാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് പോയത്. പക്ഷേ 12:30 ആയിട്ടുള്ളതുകൊണ്ട് തന്നെ മന്തി ആവാൻ ഇനിയും ടൈം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ ഓപ്ഷൻ പിന്നെ ബിരിയാണിയിലോട്ടാണല്ലോ രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ്സോളം നമ്മളിത് അവിടെ പോസ്റ്റായിരുന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിട്ട് അവിടെ ഇരുന്ന് ആ ഒരു അച്ചാറിലൊക്കെ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി എല്ലാവരും. പിന്നെ അച്ചാറിലെ പുളിപ്പ്
എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ടൈമിൽ കൂടെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മന്തി എത്തിയേനെ മന്തിക്ക് ഒരു അരമണിക്കൂറായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം അത്രയും ടൈം തന്നെ ദേ ഈ ഒരു ബിരിയാണി വരാനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കൊച്ചനും കുഞ്ഞമ്മയും ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളത് വരണത് വരെ ഓരോ കാര്യങ്ങളൊക്കെ ഇതുപോലെ പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ദേ അവരുടെ ഊണ് എത്തിയിട്ടുണ്ട്. നല്ല പായസവും ചോറും വറുത്ത മീനും മീൻകറി സാമ്പാർ അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദേ നമ്മളുടെ ബിരിയാണിയും വന്നിട്ടുണ്ട്. നല്ല പപ്പടവും അതുപോലെ തന്നെ മുട്ടയും പൈനാപ്പിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു ബിരിയാണി. ഞാൻ ആദ്യമേ പെട്ടെന്ന് എടുത്ത് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വച്ചതും ദേ കൈ പൊള്ളി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് ഒന്ന് പിക്കാൻ നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ, കൈ പൊള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതേ നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആദ്യം കമ്പിയിട്ട ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും പറ്റിയില്ല. ഞാൻ നല്ലതുപോലെ കഴിച്ച്. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഇനി നമ്മൾ അടുത്ത പോകാനായിട്ട് പ്ലാൻ ഇട്ടത് മെറ്റീരിയൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്രനായിരിക്കും ബെസ്റ്റ് എന്ന് വെച്ചിട്ട് ഞങ്ങളിതേ രാമചന്ദ്രനിലാണ് ഇനി അപ്പോൾ എടുക്കാനുള്ളത്. ഞങ്ങൾക്കും പിന്നെ ദേ ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോഴത്തേക്ക് മെറ്റീരിയൽസൊക്കെ ചീപ്പ് റേറ്റിന് മറ്റ് കടകൾ വെച്ച് നോക്കുമ്പോൾ രാമചന്ദ്രനെയും കിട്ടും എന്നൊരു ഐഡിയയിലാണ് പോയത്. അപ്പം നമ്മൾ ആദ്യമേ മെറ്റീരിയലിൻ്റെ സെക്ഷനിലോട്ട് പോകാണ്ട് തന്നെ റെഡിമെയ്ഡായിട്ട് നോക്കി. പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ദേ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ ഞങ്ങൾക്കുള്ള മെറ്റീരിയലും അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ എടുക്കണതിൻ്റെ തിരക്കിൽ. അപ്പോൾ ദേ നമ്മൾ കുറേ തപ്പിപ്പിടിച്ചിട്ട് ലാസ്റ്റ് മെറ്റീരിയൽ കിട്ടി. പിന്നെ ദേ രാമേന്ദ്രൻ എൻ്റെ ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ട് എന്തെങ്കിലും ജ്യൂസ് വല്ലതും കുടിക്കാമെന്ന് വെച്ചിട്ട്. ഭയങ്കര തിരക്കായിരുന്നു. ക്യൂവിൽ നിൽക്കണമായിരുന്നേ കുറേ നേരം. അപ്പോൾ ദേ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ടൈം ഉണ്ടായിരുന്നെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നെന്ന് എല്ലാവരും പറയുകയാണ്. അപ്പോൾ ദേ കൊച്ചനും ബാക്കി എല്ലാവരും വാട്ടർ മെലണിൻ്റെ ജ്യൂസാണ് പറഞ്ഞത്. അപ്പം ഞാനും മാളും മാത്രമാണ് പൈനാപ്പിൾ പറഞ്ഞത്. അപ്പം ഞങ്ങളത് വരാൻ കുറച്ചുകൂടെ ലാഗായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ജ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചതിൻ്റെ അഭിപ്രായമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ അതെ അവരെല്ലാവരും കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പൈനാപ്പിൾ ജ്യൂസ് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചായ കൂടെ കുടിച്ചാലോ എന്ന്. അപ്പോൾ അമ്മ പറയുകയാണെങ്കിൽ എന്തായാലും ക്യൂവിൽ നിൽക്കാം, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നപ്പോഴത്തേക്ക് എന്തേ മാളും അവിടെ നിന്ന് വരണുണ്ട് എൻ്റെ പൈനാപ്പിൾ ജ്യൂസായിട്ട്. പൈനാപ്പിൾ ജ്യൂസ് നല്ലതായിരുന്നു. എനിക്ക് വാട്ടർ മെലണിനെക്കാളും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ അതും കുടിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ വേറെ ഒരിടത്തും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അതേ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ പാർക്കിങ്ങിലോട്ടാണ് പോയത്. അവിടെ നിന്ന് കാറെടുത്തു. പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. തിരിച്ചു പോയപ്പോഴത്തേക്ക് കാറിലിരിക്കാനായിട്ട് ഒട്ടും സ്ഥലമില്ലായിരുന്നു. എല്ലാവരുടെയും ഡ്രസ്സും അതും എല്ലാം കൂടെ ഒരു ലാസ്റ്റ് ഞങ്ങൾ ബാക്കിലങ്ങ് ഇറുവി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് നല്ല മഴയുമായിരുന്നു. എല്ലാവരും ക്ഷീണിച്ച് ഒരുമാതിരി തളർന്ന്. മൊത്തം രാമചന്ദ്രൻ്റെയും പോത്തീസിൻ്റെ ഒക്കെ കവറായി നിറഞ്ഞ് കാറിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഫസ്റ്റ് ഡേയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ഡേയിലെ വീഡിയോ ആണേ. അപ്പോൾ ഇത് ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ അന്ന് പോയതിന് ശേഷം പിന്നെ ദേ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് ചേച്ചിയും അളിയനും അമ്മുവും ഞാനും മാളും നമ്മൾ ഇത്രയും പേരുമായിട്ടാണ് പോകാതിരിക്കുന്നത്. അപ്പോൾ ചക്രേച്ചിക്കും അളിയനും ഇനി ഡ്രസ്സ് എടുക്കാണ്ട് ഞങ്ങൾക്കല്ലാണ്ട് റിസപ്ഷൻ ഇടാം അങ്ങനത്തേക്ക് ഡ്രസ്സ് ഇടാം. നമ്മൾ 9:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 11:30 മണിയായിട്ട് ദേ റോഡിലാണ് നല്ല ട്രാഫിക്കായിരുന്നു. എന്തോ മാർച്ചും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് ആദ്യം തന്നെ പോയത് രാമചന്ദ്രനിലോട്ടാണ്. ചക്രേച്ചിക്കുള്ള മെറ്റീരിയൽ നോക്കണം. പിന്നെ അമ്മൂന് ലൈനിങ് പീസ് അങ്ങനെ കുറേയൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവൾക്കുള്ള ലൈനിങ് പീസാണ് നോക്കണം. അവളുടെ സാരിയുടെ കളറിന് പറ്റിയിട്ടുണ്ടായിരുന്നു. റെഡ് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പറ്റിയ ലൈനിങ് ഒക്കെ നോക്കണുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒത്തു വന്നിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അല്ലാണ്ട് ചക്രേച്ചിക്കുള്ള മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മെറ്റീരിയൽ അവൾ ഉദ്ദേശിച്ച ടൈപ്പിലുള്ള ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ മറ്റേ ബനാറസി സിൽക്കിലെ മെറ്റീരിയൽസാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും അവിടെ തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് പിന്നെ എന്തായാലും ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് പ്ലാൻ ഉണ്ടെങ്കിലും പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ എനിക്കിത് അവിടെ ഒരു മിറർ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹാപ്പിയാണ്. അപ്പം ഞാൻ ദേ അത് എല്ലാ വീഡിയോ എടുത്താലും അതിൽ ഞാനുണ്ടായിരിക്കും. ഒരു മിററും കാണും. അപ്പോൾ ദേ അവിടുത്തെ കഴിഞ്ഞിട്ട് ഞങ്ങളിത്
പിന്നെ നമ്മൾ ലൈനിങ് പീസ് വെട്ടിയിട്ട് അതിൻ്റെ ബില്ല് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ കുറച്ച് സാരിയൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് തലേ ദിവസമൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്ന സാരി. അപ്പോൾ ദേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സാരികളുണ്ടായിരുന്നു. അതും ബിലോ 1000 ബിലോ പറഞ്ഞാൽ ഒരുപാട് ദേ ഇങ്ങനെ നെറ്റിൻ്റെ ബ്ലൗസൊക്കെ വരുന്ന ഒരുപാട് സാരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നോക്കി. നെറ്റിൻ്റെ ബ്ലൗസ് അല്ലാണ്ട് തന്നെ ഇങ്ങനെ വർക്ക് വരുന്നത് ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പിന്നെ അമ്മയ്ക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അല്ലാണ്ട് ഒരുപാട് നല്ല കളേഴ്സുള്ള സാരീസൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതും എടുത്തിട്ട് പിന്നെ അതും ബില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അമ്മയ്ക്ക് ഇതേ ഒരു സെറ്റ് മുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നേ. അമ്മയ്ക്ക് സെറ്റ് മുണ്ടും ആയിട്ടില്ല. അമ്മയ്ക്ക് കൂടുതലുള്ളത് നേരിയതാണ്. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് മുണ്ടും കൂടെ വാങ്ങാൻ. അപ്പം നമ്മളിത് അതും വാങ്ങി. അപ്പം അവരിങ്ങനെ നോക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ദേ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ. അപ്പം നമ്മൾ ആ രണ്ട് ഫസ്റ്റ് എടുത്ത ആ ഒരു സാരിയും സെറ്റും മുണ്ടും ബില്ല് ചെയ്ത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന ടൈം തന്നെ നല്ല ലേറ്റ് ആയിരുന്നു. അപ്പോൾ ദേ 1 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബുർജൽ മന്തിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നതും അവിടെ ഒടുക്കത്തെ തിരക്കാണ്. പിന്നെ നമ്മൾ സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നല്ല വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളം ദാഹിച്ചിരുന്നതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ കുടിച്ച് നല്ല സെറ്റായിട്ട് അവിടെ ഭയങ്കര ഹൈജീനായിട്ട് എനിക്ക് തോന്നിയല്ല. പിന്നെ ദേ അവിടെ കുറേ ഒരു മെനു മന്തിയുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്. പക്ഷേ എനിക്ക് ഇപ്പോഴും നോർമൽ മന്തിയാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ 4 പേരും നോർമൽ മന്തിയും ചക്രയിച്ച് പെരി പെരിയുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നോർമൽ മന്തിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ദേ ആദ്യം തന്നെ ആ മയോണൈസൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് ആ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ദേ വായിൽ വെള്ളം വരണുണ്ടേ. ആ എനിക്ക് ഇവിടുത്തെ ആ തക്കാളിയുടെ ചട്നി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡേറ്റ്സിൻ്റെ ഒരു പിക്കിൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ദേ കഴിച്ചൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ ആർ കെ മോളിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചക്കരേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത് ഇവിടെ നിന്നാണ്. അത് 3 വർഷം മുമ്പ്. അപ്പോൾ ഇത് ആർ കെ അല്ല, അപ്പോൾ ഇത് സംഗീതമായിരുന്നേ. അപ്പോൾ ഞങ്ങളത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മൊത്തം ഒരു മോഡിഫൈ ചെയ്തിട്ട് ആർ കെ എന്ന പേരിലാണല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അളിയന് ഷർട്ട് നോക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ഓരോന്നെല്ലാം നോക്കി കാലൊക്കെ കഴിച്ചിട്ട് വയ്യായിരുന്നു. അപ്പോഴത്തേക്ക് ദേ അമ്മ ഓരോ ഷർട്ടൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അളിയനങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുർത്ത എടുക്കണോ ഷർട്ട് എടുക്കണോ അങ്ങനെ കുറേ പ്ലാനൊക്കെ ആയിട്ടാണ് നോക്കിയത്. അപ്പോൾ ദേ ഓരോന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ദേ അമ്മൂൻ്റെ കൂടെ കുഞ്ഞമ്മയ്ക്ക് സാരിയൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു രസമില്ല. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്ന് എൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ഇത് ആർ കെയിൽ വന്നിട്ട് നമ്മളൊരു ആർ കെയുടെ മിററിലൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ അതൊരു മാതിരിയല്ലേ. അപ്പോൾ ഇത് ആർ കെന്നും ഒരു ഇതെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ചാക്കറേച്ചിക്ക് പറ്റിയ മെറ്റീരിയൽ നോക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം അവൾക്ക് എത്ര എന്തെല്ലാം എടുത്തിട്ടാലും അവൾക്കതൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മൾ രാമചന്ദ്രനിൽ നിന്ന് കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് ബനാറസി സിൽക്കിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് നല്ല ഭംഗിയായിരുന്നേ. പക്ഷേ മീറ്ററിന് 500 എബോ ആയിരുന്നു ഇവിടുത്തെ റേറ്റ് വന്നിട്ട്. ഭയങ്കര റേറ്റ് ആയിരുന്നേ. ഇതിന് ശേഷം ഞാൻ ഒരിക്കൽ പോത്തങ്കോട് പോയിട്ട് പരാഗി കയറിയിട്ട് ഈ സെയിം ബനാറസി സിൽക്കിൻ്റെ മെറ്റീരിയൽ നോക്കിയപ്പോഴത്തേക്ക് അത് ജസ്റ്റ് 200-നായിരുന്നു റേഞ്ച്. അപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പോത്തങ്കോട് നിന്ന് എടുത്താൽ മതിയായിരുന്നെന്ന്. പക്ഷേ നമ്മളിവിടെ നിന്ന് എടുത്തു പോയല്ലോ. അപ്പോൾ കുറേ നേരത്തെ കൺഫ്യൂഷന് ശേഷം ഇതുവരെയും എടുത്തിട്ടില്ല. ഞാൻ കുറേ നേരം അവിടെ പോയി റെസ്റ്റ് എടുത്തു. വന്നിട്ടും ഇവിടെ ഒരു ഇതും ആയിട്ടില്ലായിരുന്നു. ഇങ്ങനെ നോക്കി കറക്റ്റ്. പക്ഷേ ഇവിടുത്തെ റേറ്റ് ശരിക്കും കൂടുതലാണെന്നല്ല. പക്ഷെ മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് കുറച്ച് റേറ്റ് കുറവുള്ള അതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറവ് പറഞ്ഞാൽ ബനാറസി സിൽക്കിൻ്റെ തന്നെ അവസാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറേ നേരം കട്ട് ചെയ്ത് അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കാർ കറക്റ്റ് അങ്ങോട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലല്ലോ. അതിനിടയ്ക്ക് ഞാനും അമ്മും ദേ അവിടെ ഇരിപ്പായി. അത് കട്ട് ചെയ്ത് വാങ്ങണ നേരത്ത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും കടകളിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ദേ ഇതിൻ്റെ പഴവങ്ങാടിക്കടുത്ത് തന്നെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പം നമ്മൾ ദേ ആദ്യം പോയത് ഈ ഒരു ആരാധ്യ ഗാർമെൻറ്റ്സ് ആണ്. ശരിക്കും പറയാമല്ലോ എനിക്ക് ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ശരാര സെറ്റൊക്കെ
ഭയങ്കര വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കണം. കാരണം നമ്മൾ പോത്തീസിലും രാമചന്ദ്രനിലൊക്കെ നല്ല 3000 4000 കൊടുക്കണ ഇവിടെ ജസ്റ്റ് 1000 200 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് 2 ഡ്രസ്സ് എടുത്തതിന് ശേഷം പഴവങ്ങാടി രാമചന്ദ്രൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കടയാണ് ഈ ഒരു കമ്മലിൻ്റെ കട. നമ്മൾ എടുത്ത ഡ്രസ്സിന് മാച്ചിനായിട്ടുള്ള കമ്മലും അപ്പം തന്നെ വാങ്ങിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പം മഹാബോളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലൊക്കേഷൻ. പറയാലോ അടിപൊളി കളക്ഷൻസാണ്. കമ്മലിൻ്റെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. നല്ല വലിയ കമ്മലൊക്കെ 120 റുപ്പീസിനും ഒരു മീഡിയം സൈസിലുള്ളത് 100നും പിന്നെ ഒരു 40 ആ റേഞ്ചിലാണ് ഇവിടെ കമ്മൽ വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കമ്മലും വാങ്ങിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഈ ഒരു കരിക്കിൻ ഷേക്കും കൂടെ വാങ്ങിയിട്ട് കാറിൽ ഇരുന്ന് തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഡിയേഴ്സ്.